ഹലോ ഗൈസ്, ലെറ്റ്സ് പ്ലേ സീരീസ് രണ്ടാമത്തെ എപ്പിസോഡ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു ബാക്കിൽ കാണുന്ന മറ്റേ സ്റ്റാർട്ടർ ബീൻ സെറ്റപ്പ് ഉണ്ടാക്കിയേക്കാണ്. ഇന്ന് നമ്മൾ കുറച്ച് മൈനിങ് ആണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ 37 സീഡുണ്ട്. അതൊക്കെ ഞാൻ എടുത്ത് പെട്ടി വെക്കാം. കയ്യിൽ മറ്റേ അധികം സാധനങ്ങളൊന്നും ഇല്ലാണ്ട് പോയില്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ എൻ്റെ കയ്യിൽ വേറെ കോളൊന്നും ഇല്ല എക്സ്ട്രാ ആയിട്ട്. അങ്ങോട്ടേക്ക് ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കണം ഗൈസ്, കുറച്ച് റിസോഴ്സ് ഒക്കെ ആയിട്ട്. വെള്ളത്തിനടുത്തേക്ക് വരുമ്പോൾ നല്ല ലാഗാണ്. വില്ലേജിൽ വല്ല ടോർച്ച് വല്ലതും ഉണ്ടോ നോക്കാം. 12 ടോർച്ച് കിട്ടിയിട്ടുണ്ട്. ബാക്കി എവിടുന്നേലും ഒപ്പിക്കാം. ഒരു കേവ് തപ്പുവാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു കേവ്. വലിപ്പം വേണമെന്നില്ല, കാരണം നമ്മളിപ്പോൾ വേറെ എക്സ്ട്രാ ആർമേഴ്സ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഒരു ചെറിയൊരു കേവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കയറാം. കേവ് കിട്ടി. അവിടെ സോംബിനെ അടിക്കാൻ പറ്റുന്നത്. അയ്യോ, കോളാണ് നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടത്. ടോർച്ചൊന്നും ഇല്ല. ഒരു കോളേ ഉള്ളെന്ന് തോന്നുന്നു. അതേ ഉള്ളൂ. പിന്നെ ഇവിടെ നമുക്ക് എന്തായാലും കേവിലോട്ട്. ഇവിടെ കേവൊന്നും ഇല്ലേ? അയ്യോ, അവിടെ സ്കെൽട്ടൻ. അവനെന്ത് വേറെ ആരും ഉണ്ട് ഇവിടെ. ഇവിടെയും കുറച്ച് കോല്. ഒരു ആണിരിക്കുന്ന അങ്ങനത്തേക്കാം. ഒരെണ്ണേ ഉള്ളൂ. അല്ല, രണ്ടെണ്ണം ഉണ്ട്. അവൻ്റെ അമ്പച്ചന് വന്നു. അവിടെ ഒരുപാട് കോളുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് കോള് കിട്ടുന്ന സ്ഥലമാണ്. ഓക്കെ, ഇവിടുത്തെ കോളെല്ലാം തീർന്ന്. ഇവിടെ വേറെ വല്ല കോളും ഉണ്ടോ നോക്കാം. കോളോ എന്തേലും കിട്ടിയാൽ മതി. ഇപ്പോൾ തുടക്കത്തിലൊന്ന് മൈൻഡ് ചെയ്യാൻ വന്നതാണ്. 16 കോള് കിട്ടി. എന്തായാലും അത് വെച്ച് ടോർച്ചൊന്നും ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല. ഇതവിടെ സോംബീസ് സ്കെൽട്ടൺസ് കൂടുതലാണ്. അയ്യോ, എനിക്കൊന്നും കാണാൻ വേണം. നമുക്കിവിടെ ഇരിക്കാം. മറ്റേ അവൻ വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ. ഓ, 1.5 ഹാർട്ട്. അവിടെ വല്ലതും ഉണ്ടായിരുന്നു, നോക്കാൻ സമയം കിട്ടില്ല. അപ്പോഴത്തേക്കും കിടന്നോടി. ഞാൻ കിടന്നെല്ലാം നടന്നോടി. അവിടെ എന്തൊക്കെയോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. എടുക്കാൻ മറന്നുപോയി. എടുക്കാൻ നിന്നിരുന്ന ഇപ്പം ഞാൻ കാണത്തില്ലായിരുന്നു. കുറച്ച് അയണുണ്ട്. പിന്നെ കോപ്പർ എന്തിനാണ് വെച്ചേക്കുന്നത് ഇവിടെ? കോള്, ക്രീപ്പർ എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ സോഡ് പൊട്ടാറായില്ല. അയൺ കിട്ടി. എത്ര അയണാണ് ഇപ്പോൾ? 7 അയണുണ്ട്. 7 അയൺ ഓർ. നമുക്ക് ഈ കോളും കൂടെ എടുക്കാം. ക്രീപ്പറുണ്ട്. അവനെ അങ്ങ് തട്ടാൻ പറ്റും നോക്കാം. ഇപ്പം നൈറ്റാണെന്ന് തോന്നുന്നു. ഞാനൊരു മേളിലോട്ട് കയറി പോകാൻ പോകുന്നു. ഇവിടെ വേറെ ഒന്നുമില്ല. എന്നിട്ട് ഞാൻ കുറച്ചുകൂടി പ്രിപ്പയർ ആയിട്ട് വരാം. ഈ കേവിലോട്ട് ഞാൻ പിന്നെ വരും. കുറച്ച് ബ്ലോക്ക് കിട്ടിയിരുന്നെങ്കിൽ മുകളിലോട്ട് പെടഞ്ഞ് കയറാമായിരുന്നു. പിന്നെ കുറച്ച് മാർക്ക് ചെയ്യാനുണ്ട്. അങ്ങനെ ഞാൻ അവിടെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്, കാരണം എനിക്ക് തിരിച്ചിങ്ങോട്ട് തന്നെ വരാനുള്ളതാണ്. താഴെ ക്രീപ്പർ, അവിടെയാണ് വില്ലേജ്. അങ്ങോട്ടേക്ക് നമുക്ക് ഓടിയേക്കാം. അയ്യോ, 3 സ്കെൽട്ടണൊക്കെ നമ്മളെ കൊല്ലാൻ വന്നിരിക്കുന്നു. അവിടെ ഒരു ക്രീപ്പറുണ്ട്. നമ്മുടെ വീടിൻ്റെ അവിടെ ബാക്കിൽ അവന്മാരുണ്ട്. ഓക്കെ, നമ്മൾ കിടന്നിട്ടുണ്ട്. മിക്കവാറും അവന്മാർ നമ്മൾ എണീപ്പിക്കും. ഓക്കെ, നമ്മളങ്ങനെ കിടന്നുറങ്ങിയിട്ടുണ്ട്. രാവിലെ ആയിട്ടുണ്ട്. മഞ്ഞ കളർ ആകാശമല്ല, ഭൂമി. ക്രീപ്പർ എല്ലാവരും ഉണ്ടല്ലോ. കോൾ വെച്ചിട്ട് തന്നെ നമുക്ക് കുറച്ച് സ്മെൽറ്റ് ചെയ്യാം. നമുക്ക് കുറച്ച് അയണ്ട ആവശ്യമുണ്ട്. ഇതിനെ പ്രിപ്പയർ ചെയ്യാനുണ്ട്. എക്സ്ട്രാ ഒരു സോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. എക്സ്ട്രാ പിക്കാക്സ്. ബാക്കി ഞാൻ പെട്ടിക്കകത്ത് വെച്ചേക്കാം. ടോർച്ചുണ്ട്. 1 സ്റ്റാക്ക് 8 ടോർച്ചുണ്ട്. പൊട്ടിയ പെട്ടി തിരിച്ചു വെക്കാം. ഇപ്പോൾ വലിയ പെട്ടിയായി.
ഈ റോട്ടം ബ്രഷും എല്ലാം അതിനകത്ത് വെച്ചിരിക്കുന്നത് ആരോസ് ഇട്ട് വേണ്ട സാധനം എല്ലാം നമ്മൾ കൊണ്ടുപോവാണ്. ഒരു BKSോട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ വെച്ച പില്ലർ വേണ്ടിയിരിക്കുന്ന MLG. ഐ ഗോട്ട് ഇറ്റ് അഗെയിൻ. നമ്മളിങ്ങോട്ടാണ് നേരത്തെ വന്നത്. നമ്മളിപ്പോൾ ടോർച്ച് കൂടുതലുണ്ട്. ഇവിടെ ഒരു വലിയൊരു ഓപ്പണിംഗ് ഉണ്ട്. നമ്മൾ എന്നാലും അങ്ങോട്ട് ചാടുന്നില്ല, തിരിച്ച് കയറാൻ പാടാ, ബ്ലോക്കൊന്നുമില്ല. ഈ കേവ് അടിയിലോട്ട് പോകുന്നുണ്ടോ എന്ന് തോന്നുന്നു. അവിടെ അയണ്, അവിടെ വലിയ ട്രിപ്പ് സ്റ്റോണ്, ഇവിടെയും കുറേ അയണുണ്ട്. അയൺ തിളങ്ങുന്നു. ഓക്കെ, ആരും ഇപ്പം ഇങ്ങോട്ട് വേണ്ട, വെള്ളം ഒഴിച്ചേക്കാം. അയ്യോ, ഇവിടെ 2 അയണേ ഉള്ളായിരുന്നുള്ളൂ. നമുക്കിനി അപ്പുറത്തെ സൈഡിലോട്ട് പോകാം. കോളിപ്പോൾ എടുക്കുന്നില്ല, ഞാൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെ അയണുണ്ട്. എല്ലായിടത്തും അയൺ കിട്ടുന്നുണ്ട്, വേറൊന്നുമില്ല. കുറ്റം പറയുന്നില്ലേ, അയണെന്നല്ല. ഇവിടെ എൻഡിങ് ആണ്. ഇവിടെ ഒന്നുമില്ലെന്ന് തോന്നുന്നു. ഒരുപാട് ട്രിപ്പ് സ്റ്റോൺസ് ഉണ്ട് ഇവിടെ. അയൺ മാത്രമേ ഇവിടെ, ഗോൾഡൊന്നും ഇല്ലേ, മൊത്തം അയൺ. ഞാൻ എല്ലായിടത്തും ഒന്ന് ടോർച്ച് വെക്കട്ടെ. ഞാൻ ഒരു വിധത്തിൽ ഇവിടെ കുറേ ടോർച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഇനി ഇവിടുത്തെ അയണെല്ലാം പൊട്ടിച്ചെടുത്തിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പൈസ അവിടുത്തെ അയണെല്ലാം ഞാൻ പൊട്ടിച്ചെടുത്തപ്പോൾ 29 എണ്ണം കിട്ടി. ഇപ്പോൾ ഞാൻ താഴോട്ട് ഇറങ്ങി വന്നേക്കാണ്, അവിടെ നിന്ന് താഴോട്ടേക്ക്. അവിടെ ഒരു സ്കിരൺ നിൽപ്പുണ്ട്. ഇവിടെ ലൂട്ട്സ് ഉണ്ട്. ആദ്യം അവനെ ഒന്ന് തീർക്കട്ടെ. ഡീപ്പ് സ്ലൈഡ് എത്തിയിട്ടുണ്ട്. താങ്കൾ താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങിക്കോട്ടെ. ഇവിടെ അയൺ മാത്രമേ ഉള്ളൂടെ ഈ അപ്ഡേറ്റിൽ. അയ്യോ, 59. ഓക്കെ, ഗോൾഡ് ഉണ്ട് കുറച്ച്, അതെടുക്കാം. ലാപ്ടീസ് ആവശ്യമുണ്ടോ? അല്ല, എടുത്തേ കഴിച്ച് എൻജോയ് ചെയ്തൊക്കെ ചെയ്യാൻ. 2 എണ്ണം മതി. റെഡ് സ്റ്റോൺ ഇരിക്കട്ടെ. അത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഉയ്യോ, പിടിച്ച് ഇങ്ങോട്ടേക്ക് പോകണോ? ഗൈസ്, ഞാൻ ഒരു ഡയമണ്ട് കണ്ട്. ഞാൻ എന്തായാലും ഇവന്മാരൊക്കെ ഒന്ന് തട്ടിയിട്ട് ഞാൻ ഒരു ഡയമണ്ട് ക്ലെയിം ചെയ്യാൻ പോവാണ്. വേണ്ട, ഡയമണ്ട് അല്ലേ? ഡയമണ്ട് തന്നെയാണ്. ഓക്കെ, ഇതൊരു മൈൻ ഷാഫ്റ്റ് ആണ്. എന്തായാലും പൊട്ടിക്കട്ടെ. ഓക്കെ, എൻ്റെ കയ്യിൽ മറ്റേ ഈ പിക്കേഴ്സ് ഉണ്ട്, അയാണ് പൊട്ടിക്കാൻ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഡയമണ്ട് കിട്ടിയാണ്. 3 എണ്ണം ഉണ്ട് ഒരു പിക്കേക്സ് ഉണ്ടാക്കാൻ. 4 എണ്ണം ഉണ്ട്, 5 എണ്ണം ഉണ്ട്. ഓക്കെ, 5 ഡയമണ്ട്. വേറെ വല്ലതും ഉണ്ടോ? ഇല്ല, കുഴപ്പമില്ല. നമുക്കെന്തായാലും ഇത് ഞാൻ പ്രതീക്ഷിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഇത്തരം വന്നത്. ഗൈസ്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഗോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത എപ്പിസോഡിൽ മൈനിങ് ആണ്, അടുത്ത ദിവസം ഞാൻ ഡയമണ്ട് കണ്ടുപിടിക്കുന്നത്. നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും ഞാൻ ഇനി ഒന്നും ചെയ്യുന്നില്ല, നേരെ വീട്ടിൽ പോകണം. ചെന്നിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ചെന്നെങ്കിൽ മാത്രം. അതെനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. മഴയാണെന്ന് തോന്നുന്നു. ഇനി പൊട്ടിച്ച് കഴിഞ്ഞാൽ മുകളിലോട്ട് കയറി പോകാനുള്ളതാണ്. ഓ മാൻ, എൻ്റെ ഒരു പിക്കാക്സും മറ്റേ സോഡും പൊട്ടാറായി. തോന്നിയ പുതിയ ബ്ലോക്ക് എടുത്ത്. ഇത് എവിടെയാണ് സ്ഥലം? വില്ലേജിൻ്റെ അവിടെ തന്നെയാണ്, അത് കുഴപ്പമില്ല. നമുക്കിനി നേരെ വീട്ടിൽ പോകാം. നമ്മൾ ബേസ് എത്തി ഗൈസ്. നമുക്ക് ഇത്ര സാധനങ്ങളാണ് കിട്ടിയേക്കുന്നത്. 5 ഡയമണ്ട്. ഓക്കെ, പക്ഷേ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോഴത്തേക്ക് അവിടെ വെച്ചേക്കാം. അയൺ കഴിക്കാൻ പറ്റില്ല ഗൈസ്. ഓക്കെ, അയ്യോ, അയൺ കഴിക്കാൻ ഫ്യൂലൊന്നും ഇല്ല. അത് നമുക്ക് തിരിച്ചേക്കാം. ഓക്കെ, ഇന്നത്തെ പോരാട്ടം കഴിഞ്ഞ് നമ്മൾ വേൾഡിൽ കയറിയിട്ട് 4 ദിവസമായി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സ്റ്റീവി ഗെയിമിംഗ് സൈനിങ് ഔട്ട്. ബൈ.